സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാർ സാറാണ്. സാർ സ്വാഗതം. നമസ്തേ. സാർ, ഈ വിദേശ ശക്തികൾ നമ്മുടെ രാജ്യത്ത് പല രീതിയിലും ഇടപെടുന്നതായിട്ടുള്ള വാർത്തകൾ മുൻപും വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അത്തരം ഇടപെടലുകൾ കടക്കുന്നതായിട്ടുള്ള സൂചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു റിപ്പോർട്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു മിഷണറിയെ, ഒരു ചുരുക്കി പറഞ്ഞാൽ മതപരിവർത്തനമടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മിഷണറി പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത്. പക്ഷേ അവർ വൻതോതിൽ പണം ഇവിടെ ഒഴുക്കി, അതും നക്സൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം വിനിയോഗിച്ചു എന്ന് വരുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. എന്താണ് സാർ അതിൻ്റെ വസ്തുത? എന്താണ്? അമേരിക്കയിൽ ആസ്ഥാനമായുള്ള ഒരു മിഷണറി ഗ്രൂപ്പാണ് ദ തിമോത്തി ഇനിഷ്യേറ്റീവ്. ആ തിമോത്തി ഇനിഷ്യേറ്റീവിനും ഒരു അമേരിക്കൻ പൗരനും മറ്റ് 5 ഇന്ത്യക്കാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 5 ഇന്ത്യക്കാർക്കുമെതിരെ കർണാടക പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യപ്രകാരം UAPA ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. അതീവ ഗൗരവമായ ആരോപണമാണ് ഇവർക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ തിമോത്തി ഇനീഷ്യേറ്റീവ് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നടപടികളെ തുടർന്ന് മടക്കിയിരിക്കുന്ന നക്സൽ വിഭാഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് വലിയ തോതിൽ പണം ഒഴുക്കി എന്നാണ് ഇവരുടെ നേരെയുള്ള ആരോപണം. അതായത് ഏതാണ്ട് 93 കോടിയിലധികം രൂപയാണ് ഇവര് അനധികൃതമായിട്ട് ഇന്ത്യയിൽ വിതരണം ചെയ്തിരിക്കുന്നത്. ഈ വിതരണം ചെയ്ത കൂട്ടത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മലയാളികളും ഉണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത്. വളരെ കൃത്യമായിട്ട് ഇവരുടെ വിവരമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ പേര് കേട്ടിട്ട് ഇവര് മലയാളികളാണെന്ന് തോന്നുന്ന ആൾക്കാരുമുണ്ട്. ഈ FIR ഇട്ടിരിക്കുന്നവരുടെ പേര് ഞാനൊന്ന് വായിക്കാം. ജോനാഥൻ S. രാജൻ, ഇന്ത്യക്കാരൻ തന്നെയാണ്. മൈക്ക് മാർക്ക്, അമേരിക്കക്കാരൻ. മൈക്ക് മാർക്കിനെ അറസ്റ്റ് ചെയ്യുന്നത് ബംഗളൂരു എയർപോർട്ടിൽ വെച്ചിട്ടാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നും 24 ഡെബിറ്റ് കാർഡുകൾ, ബാങ്ക് കാർഡുകൾ ഉണ്ടായിരുന്നു. അതും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ 2 പേര് ഞാൻ പറഞ്ഞു, ജോനാഥൻ രാജൻ, മൈക്ക് മാർക്ക്. പിന്നീടുള്ള ഈ തിമോത്തി ഇനിഷ്യേറ്റീവിന്റെ അക്കൗണ്ട് മുഴുവൻ കൈകാര്യം ചെയ്യുന്നതിലെ തലവന്റെ പേര് അജിത് വർഗീസ് മത്തായി എന്നാണ്. പേര് കേട്ടിട്ട് ഇദ്ദേഹം മലയാളി ആകാൻ തന്നെയാണ് സാധ്യത. അതുപോലെ അടുത്ത ആളിന്റെ പേര് കേട്ടിട്ടും മലയാളി തന്നെയാണെന്ന് തോന്നുന്നു, വർഗീസ് ചാക്കു. പിന്നീട് അറസ്റ്റ് ചെയ്ത 2 പേരുണ്ട്. അവര് ബബ്ലു കുർമി, സുപ്രീം ജോയ്. ഇവര് ഛത്തീസ്ഗഡുകാരാകാനാണ് സാധ്യത. ഇതിനോടൊപ്പം തന്നെ തിമോത്തി ഇനീഷ്യേറ്റീവിനെതിരെയും UAPA പ്രകാരം ആ സംഘടനയ്ക്കെതിരെയും കേസ് ചുമത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ ചുമത്തിയ കേസ് പ്രകാരം 2025 നവംബർ തൊട്ട് 2026 ഏപ്രിൽ വരെയുള്ള കാലഘട്ടത്തിൽ അവർ 92.5 കോടി രൂപ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തുകയും ഇന്ത്യയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. ആ വിതരണം ചെയ്തിരിക്കുന്നത് പോലീസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പോലീസും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് നിരോധിക്കപ്പെട്ട പല നക്സൽ വിഭാഗങ്ങൾക്കുമാണ് എന്നുള്ളതാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു അറസ്റ്റും UAPA പ്രകാരമുള്ള കേസ് ചാർജ് ചെയ്തതും ഒക്കെ കാണിക്കുന്നത്, ഇതുവരെ നമ്മളതൊരു ആരോപണമായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. പലപ്പോഴും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല വിദേശ മിഷണറി സംഘങ്ങളും ഇന്ത്യയിൽ തീവ്രവാദ വിഭാഗങ്ങൾക്ക് പണം നൽകുന്നുണ്ട്, ഇന്ത്യയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിലെ പലരും മാന്യന്മാരാണെന്നും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ മാത്രം ഉൾപ്പെട്ടിരിക്കുന്നവരാണെന്നും നമ്മൾ ധരിക്കുന്ന പല ആൾക്കാരും യഥാർത്ഥത്തിൽ കടുത്ത തീവ്രവാദ ആശയങ്ങളുടെ ഒരു പ്രചാരകരും, അതുപോലെ അത്തരം ആശയങ്ങൾ സാക്ഷാത്കരിക്കാനും ഇന്ത്യയെ വിഭജിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതുമായിട്ടുള്ള അതിന്റെ ആസൂത്രകരുമാണ് എന്നുള്ള വാദത്തിന് ഇതോടു കൂടിയിട്ട് വലിയ ഒരു സാധുത കൈവന്നിരിക്കുകയാണ്. നമുക്കത് അങ്ങനെ നിഷേധിക്കാൻ പറ്റില്ല.
കാരണം ശരി. ഇത് വെറുതെ ഒരു ആരോപണമല്ല. കർണാടക പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഉം, ഉം. അവിടെ പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെറുതെ ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അവർ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരി സാർ, ഇപ്പോൾ ഈ ഈ മണിപ്പൂർ കലാപം അതിൻ്റെ പിന്നിൽ ഇതേപോലെയുള്ള ചില മിഷണറി സംഘടനകളൊക്കെ പ്രവർത്തിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നു. അപ്പോൾ അതേപോലെ ഇവരുടെ ഉദ്ദേശവും ഈ സാധാരണഗതിയിൽ ഈ നക്സൽ ക്ഷമിക്കണം, ഈ മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ പ്രവർത്തനം, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആതുര സേവനമോ അതേപോലുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെയൊക്കെ മറവിലാണല്ലോ ഇവർ ഈ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഈ നക്സൽ മേഖലയിൽ ഈ പണം എന്താവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ നക്സലുകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണോ അതോ അവരെ വീണ്ടും ആയുധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? എങ്ങനെയാണ് നമ്മളതിന് മനസ്സിലാക്കേണ്ടത്? വാർത്തകൾ പ്രകാരം ഈ പണം പോയിരിക്കുന്നത് മൊത്തവും ഈ ഇപ്പോൾ പത്തിമടക്കിയിരിക്കുന്ന, ഞാനത് ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നക്സലുകൾക്കെതിരെ നടത്തിയത്. അതായത് നക്സൽ ആക്രമണങ്ങൾ, നക്സൽ ബാധിത പിന്നെ പല രീതിയിലാണ് സർക്കാർ ഈ മധ്യപ്രദേശിന്റെ പല ഭാഗങ്ങൾ, അതുപോലെ ഛത്തീസ്ഗഡിന്റെ വലിയൊരു ഭാഗം, തെലങ്കാനയുടെ ചില ഛത്തീസ്ഗഡുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങള്, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങള്, ഇവിടെയൊക്കെ ഈ നക്സൽ അഫക്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഗുരുതരമായിട്ട് സീരിയസ്ലി അഫക്റ്റഡ് ആയിട്ടുമുള്ള ജില്ലകളുടെ എണ്ണം പണ്ടൊക്കെ 100-ലധികം ഉണ്ടായിരുന്നു. 125ഓളം ജില്ലകൾ, അങ്ങനത്തെ ജില്ലകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ റെഡ് കോറിഡോർ എന്ന് പറയുന്ന ഒരു ഇടനാഴി, അതായത് ഇങ്ങ് തെക്കേ ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് തൊട്ട് തെലങ്കാന വഴി മധ്യ ഇന്ത്യയിലെ പിന്നെ ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെ കടന്ന് അങ്ങ് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ വരെ എത്തിച്ചേരുന്ന ഒരു ഇടനാഴി ആയിരുന്നു അവരെ സ്വപ്നം കണ്ടിരുന്നത്. നക്സൽ ഇവിടെ ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ചില പ്രദേശങ്ങൾ ഇവൻ സ്വയം ഭരണ പ്രദേശങ്ങൾ പോലെ പ്രവർത്തിച്ചിരുന്നു. ഞാൻ കൃത്യമായ വർഷം ഓർക്കുന്നില്ല, 2012 തോന്നുന്നു. അന്ന് പി ചിദംബരം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റ് നന്ദകുമാർ സായി, അതുപോലെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഒരു കോൺവോയ് നീങ്ങുമ്പോൾ കുഴിബോംബ് സ്ഫോടനത്തിൽ നന്ദകുമാർ സായി കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ മുൻ കേന്ദ്രമന്ത്രിയും മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന VC ശുക്ല, അദ്ദേഹവും നക്സൽ ആക്രമണത്തിൽ ഭീകരമായിട്ട് പരിക്കേറ്റു. അപ്പൊ ഇതിനൊക്കെ തുടർന്ന് ചിദംബരം ഈ ഒരു നക്സലുകൾക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം തന്നെ ഇടപെട്ടിട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു എന്നാണ് അന്ന് വന്ന വാർത്തകൾ. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തമുള്ള ഈ നക്സൽ ഭീകരമായി ബാധിക്കപ്പെട്ട ജില്ലകൾ ഒന്നും തന്നെ ഇല്ലാതായി. നക്സൽ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ 126 ജില്ലകളുടെ എണ്ണം 6-ൽ താഴെയായിട്ട് ഇപ്പൊ കുറഞ്ഞു. ഇത് വലിയൊരു കനത്ത തിരിച്ചടിയാണ്. ഈ 2026 പൂർണ്ണമാകുമ്പോൾ ഇന്ത്യയെ നക്സൽ ഇടതു തീവ്രവാദ വിമുക്തമാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന. അതിലേക്ക് ബഹുദൂരം ആ ലക്ഷ്യം സാധിച്ചു കഴിയുകയും ചെയ്തു. പണ്ടൊക്കെ എല്ലാ വർഷവും ഏറ്റുമുട്ടലിൽ 100-ലധികം ആൾക്കാരാണ്, CRPFന്റെ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇന്ന് അങ്ങനെയൊക്കെ വളരെ കുറഞ്ഞ സംഖ്യയാണ്. എനിക്ക് തോന്നുന്നു 2025-ൽ 10-ൽ താഴെ ആൾക്കാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നക്സൽ റിലേറ്റഡ് വയലൻസിൽ. അങ്ങനെ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിൽ. അപ്പോ അത് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് മിഷണറിമാരായിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വലിയ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. പലപ്പോഴും ഇവര് മതപരിവർത്തനം അല്ലെങ്കിൽ മതപ്രചരണം എന്നുള്ള ഒരു മുഖം മൂടി അണിഞ്ഞിട്ട് അതിന്റെ പിന്നിൽ ഇതിന്റെ ഒരു നെറ്റ്വർക്കിനെ കുറിച്ചുകൂടെ ഞാനൊന്ന് പറയാം. അതിനുശേഷം നമുക്ക് ചർച്ച, ഒരുപക്ഷെ നമ്മുടെ ഒരു സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ എങ്കിൽ ഇവരുടെ ഒരു നെറ്റ്വർക്ക്, ഇവര് വിദേശ ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡുകൾ പലർക്കായിട്ട് ഇന്ത്യയിൽ വിതരണം ചെയ്യും. എന്നിട്ട് അവരെ കൊണ്ട് ഈ ബാങ്കുകളിൽ നിന്നൊക്കെ തന്നെ പൈസ പിൻവലിപ്പിക്കും. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ബാങ്കുകളുമായിട്ട് ഇവയ്ക്ക് ബന്ധമുണ്ട്, നെറ്റ്വർക്കുണ്ട്.
അതിന്റെ ഫലമായിട്ട് ആ പണം ഇവിടുന്ന് പിൻവലിക്കാൻ പറ്റും ഇന്ത്യൻ രൂപയായിട്ട്. ഉം. അതനുസരിച്ച് ഇന്ത്യൻ ബാങ്കുകൾക്ക് വിദേശ ബാങ്കുകൾ പണം കൊടുക്കും. ഉം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ പണം വരുന്നത് യഥാർത്ഥ ആൾക്കാർക്കല്ല. വിദേശത്ത് ഒരു ജോലിയും വിദേശത്ത് ഒരു ബിസിനസ്സും ഇല്ലാത്തവർക്ക് എങ്ങനെ വിദേശത്ത് നിന്ന് പൈസ വരും? ഉം. അവരുടെ കയ്യിൽ കേവലം ഈ കാർഡ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാർഡ് ആര് കൊടുക്കുന്നു ഇവർക്ക്? അത് ഈ മിഷണറിമാരും. അങ്ങനെ 1000-ഓളം കാർഡുകൾ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് വിതരണം ചെയ്തിരിക്കുന്നു എന്നാണ് വാർത്ത. ഈ 1000 കാർഡുകളിൽ ഉപയോഗിച്ച് ഈ പല വ്യക്തികളും പിൻവലിക്കുമ്പോൾ ഒരു ചെറിയ ശതമാനം ഈ ആരാണോ ഇത് പിൻവലിക്കുന്ന, ആർക്കാണോ ഈ കാർഡ് കിട്ടുന്നത് അവർക്ക് ലഭിക്കും. അങ്ങനെ ആർക്കും സംശയം ഉണ്ടാകത്തില്ല. ഇപ്പൊ നിങ്ങൾ 100 കോടി രൂപ പിൻവലിക്കണം. അപ്പൊ നിരന്തരമായിട്ട് ഇതുപോലെ ഇടപാട് നടത്തുന്ന ആൾക്കാരെ നോക്കിയിട്ടായിരിക്കും ഒരു കാർഡ് അവരുമായിട്ട് സംസാരിച്ചിട്ടായിരിക്കും ഒരു ഡീൽ ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചില ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 10 അമേരിക്കൻ എക്സ്പ്രസ് ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ഉള്ളവർക്ക് വലിയ ഡിമാൻഡാണ്. ഇപ്പൊ വിദേശത്ത് പോയിട്ട് ജോലി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും അവിടെ കുറെ വർഷങ്ങളൊക്കെ നമുക്ക് അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനമുണ്ട്. അല്ലെ അമേരിക്ക NRIകളായിരിക്കും. ഇവർക്കൊക്കെ അവരുടെ ക്രെഡിറ്റ് കാർഡുകൾ ഈ കാര്യത്തിനായിട്ട് ഉപയോഗിക്കാമെങ്കിൽ 100 കോടി രൂപ അവർ പിൻവലിക്കുകയാണെങ്കിൽ 10 കോടി രൂപയോളം അവർക്ക് കിട്ടുന്ന വലിയ ഒരു ക്യാഷ് റിവാർഡ് സംവിധാനമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അത് വലിയൊരു, ഇതിന് ഒരുപാട് പേര് കണി വീണു. ചെറിയ തുകയാണ് 10 കോടി. 90 കോടി അവർക്ക് 10 കോടി ഈ ആളിന് കിട്ടും. ഇതിൽ യഥാർത്ഥത്തിൽ വിദേശത്ത് ജോലി ചെയ്ത് നല്ല തുക അവിടെ അക്കൗണ്ടിലുള്ള ഒരാൾക്കാണെങ്കിൽ സർക്കാർ വിചാരിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇവർക്കെതിരെ കേസെടുക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അവരുടെ അക്കൗണ്ടുകളും മുൻ ഇടപാടുകളും പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാത്തവരാകുമ്പോഴാണ് ഈ പിടി വീഴുന്നത്. എന്തായാലും ശരി, ഇതൊരു വലിയ ഒരു കെണി ഒരുക്കിയിട്ടാണ് ഇവർ ആൾക്കാരെ ആകർഷിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ അമേരിക്കൻ പൗരനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തപ്പോഴും അയാളുടെ കയ്യിൽ നിന്ന് 24 ക്രെഡിറ്റ് ഈ ഡെബിറ്റ് കാർഡുകൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. 1-2 അല്ല. ഈ കാർഡ് എങ്ങനെ ഇവരുടെ കൈവശം വന്നു ചേർന്നു? അപ്പോൾ ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം നെറ്റ്വർക്ക് ആണ് എന്നുള്ളത് തെളിയിക്കുക. ഇത് വല്ലാത്ത ഒരു ഒരു സംഭവ വികാസമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ സർക്കാർ എന്തായാലും ഈ ഒരു നെറ്റ്വർക്കിനെ ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. ഇനി ഇവർക്ക് വേണ്ടി ഇപ്പൊ അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടാവും. അമേരിക്കൻ ഭരണകൂടം തന്നെ ഇവരുടെ ഭാഗത്തായിട്ട് ഇടപെടും. ഇപ്പം മുമ്പ് പറഞ്ഞ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മണിപ്പൂരിലെ അവിടെ നിരന്തരമായിട്ട് വന്നിരുന്ന ഒരു മിഷണറിയെ കഴിഞ്ഞ കൊല്ലം 2025 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസല്ല, NIA അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാള് അത് അറസ്റ്റ് ചെയ്ത് അയാളുടെ ഒരു അമിത ആത്മവിശ്വാസം കാരണമാണ്. അയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു. മണിപ്പൂരിലെ കുക്കി തീവ്രവാദികൾ, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട കുക്കി തീവ്രവാദികൾക്ക് ഡ്രോണുകള്, ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങള്, ഇതൊക്കെ വിതരണം ചെയ്ത ഫോട്ടോ അയാൾ ഇട്ടിരുന്നു. അപ്പൊ അയാള് ആ ഫോട്ടോ ഇട്ടത് അയാൾക്ക് ഒന്നും അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. പക്ഷേ ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് അത് വെറും നിരീക്ഷണ ഡ്രോണുകളാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിൽക്കാം. ബുള്ളറ്റ് പ്രൂഫ് ഉടുപ്പ് കൊടുക്കുന്ന ആത്മരക്ഷാർത്ഥമാണ് എന്ന് നമുക്ക് പറഞ്ഞിരിക്കാം. ആരെ ആക്രമിക്കാനല്ല എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അയാള് ആ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തത്. പക്ഷെ NIA അയാളുടെ ഹിസ്റ്ററി ട്രാക്ക് ചെയ്യുകയും വളരെ കൃത്യമായിട്ട് പിന്നീട് ഇയാളുടെ മേൽ പിടി വീഴുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ കൂലിപ്പട്ടാള തലവൻ, അത് ചെറിയ ആളല്ല, കേണൽ ഗദ്ദാഫി അട്ടിമറിച്ച അയാളാണ്. സിറിയയിൽ ബാഷർ അൽ ആസാദിനെ അട്ടിമറിച്ച അയാളാണ്. പക്ഷെ ഇന്ത്യ വന്ന് പെട്ടു. NIA അയാളെ കൽക്കട്ട എയർപോർട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ചിലർ പറയുന്നു അതല്ല, ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ നടത്തിയ ഒരു ഓപ്പറേഷനിലൂടെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്താണെന്ന് പറയുന്നു. ഇയാളും പറയുന്ന ഇയാള് പ്രേക്ഷിത വൃത്തിയും സുവിശേഷം പ്രചരിപ്പിക്കുകയൊക്കെയാണ്. അതൊക്കെ ഒരു മറയാണ്. അപ്പൊ എന്തായാലും ശരി, ഈ എപ്പോഴും ഇവിടുത്തെ നമ്മുടെ മതേതരത്വം അപകടത്തിലെന്നും മത സൗഹാർദ്ദം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ വലിയ ബഹളം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ തിമോത്തി ഇനീഷ്യേറ്റീവിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ കർണാടക പോലീസ് തന്നെ കേസെടുത്ത കാരണമായിരിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ
പുതിയ ന്യായവുമായിട്ട് ഇവർ രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ശരി, നന്ദി സാർ.